വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കേരള ഫാക്സിന്റെ ക്ലാസ്സിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള ടൂറിസം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കേരള ടൂറിസം നമ്മുടെ സിലബസിലുള്ള ഒരു ടോപ്പിക്കാണ്. അത് നമ്മൾ കവർ ചെയ്ത് തന്നെ പറ്റൂ. കുറേ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഒരു ചോദ്യം, പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഒരു ചോദ്യമായിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത് എന്ന പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളം ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ചത് 1986 ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പോ ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കേരളമാണ്. 1986 എന്ന് മനസ്സിലാക്കുക അല്ലെ. ഇനി അടുത്തത്, കേരളത്തെ വിശേഷിപ്പിക്കുന്നത് തന്നെ എന്താണ്? ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ്. എന്താണ്? ദൈവത്തിന്റെ സ്വന്തം നാട്. ടൂറിസ്റ്റുകളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടി ദൈവത്തിന്റെ സ്വന്തം നാട് എന്നൊക്കെയുള്ള ഒരു വിശേഷണം ആർക്കുണ്ടെന്നാ പറയണത്? കേരളത്തിനുണ്ട്. എന്നാൽ കേരള ഗോഡ്സ് ഓൺ കൺട്രി, കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത്, കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള പുസ്തകം രചിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ശശി തരൂരാണ് കേട്ടോ. അപ്പൊ കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള പുസ്തകം രചിച്ചത് ശശി തരൂരാണ് എന്ന് ഓർത്തു വയ്ക്കാം. ഇനി അടുത്തത്, ഇന്ത്യയിലെ ടൂറിസം സൂപ്പർ ബ്രാൻഡായ ആദ്യ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ടൂറിസം സൂപ്പർ ബ്രാൻഡായ ആദ്യത്തെ സംസ്ഥാനം, ടൂറിസം സൂപ്പർ ബ്രാൻഡായ ആദ്യത്തെ സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ഏത് തന്നെയാ പറയാ? കേരളം തന്നെയാ പറയാ. അപ്പൊ ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം. കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിളിക്കുന്നു. കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന കൃതി രചിച്ചത് ശശി തരൂരാണ്. ഇന്ത്യയിലെ ടൂറിസം സൂപ്പർ ബ്രാൻഡായ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇനി കേരള ടൂറിസം എന്ന് പറയുമ്പോൾ കേരള ടൂറിസം വകുപ്പിന്റെ പൂർണ്ണരൂപം കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഥവാ KTDC എന്നാണ്. 1966 നവംബർ മാസം 1 KTDC നിലവിൽ വന്നത്. 1966 നവംബർ മാസം 1 KTDCയുടെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് KTDCയുടെ ആസ്ഥാനം എന്ന് മനസ്സിലാക്കുക. ഇനി KTDCയുടെ ആപ്തവാക്യം എന്താണെന്ന് പഠിക്കണം. ഒഫീഷ്യൽ ഹോസ്റ്റ് ടു ഗോഡ്സ് ഓൺ കൺട്രി. എന്താണ് ഒഫീഷ്യൽ ഹോസ്റ്റ് ടു ഗോഡ്സ് ഓൺ കൺട്രി എന്നതാണ് ടൂറിസം വകുപ്പിന്റെ ആപ്തവാക്യം. നമ്മൾ പഠിച്ചു വെക്കുക. ഒഫീഷ്യൽ ഹോസ്റ്റ് ടു ഗോഡ്സ് ഓൺ കൺട്രി. ഒഫീഷ്യൽ ഹോസ്റ്റ് ടു ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നതാണ് ടൂറിസം വകുപ്പിന്റെ ആപ്തവാക്യം. ഇതിന്റെ മലയാളം എന്താ മക്കളെ? ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് ഔദ്യോഗിക ആതിഥേയൻ. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് ഔദ്യോഗിക ആതിഥേയൻ അഥവാ ഒഫീഷ്യൽ ഹോസ്റ്റ് ടു ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നതാണ് കേരള ടൂറിസം വകുപ്പിന്റെ ആപ്തവാക്യം. 1966 നവംബർ 1 കേരള ടൂറിസം വകുപ്പ് നിലവിൽ വന്നത്. തിരുവനന്തപുരത്താണ് കേരള ടൂറിസം വകുപ്പിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ ടൂറിസത്തെ പ്രോത്സാഹിപ്പിച്ച പ്രധാന വ്യക്തിയുടെ പേര് കേണൽ ഗോദവർമ്മ രാജ എന്നാണ്. ടൂറിസത്തെ പ്രോത്സാഹിപ്പിച്ച പ്രധാനപ്പെട്ട വ്യക്തി ഗോദവർമ്മ രാജയാണ്. ഈ ഗോദവർമ്മ രാജയുടെ പ്രത്യേകത, അദ്ദേഹത്തെ നമ്മൾ കായിക കേരളത്തിന്റെ പിതാവ് എന്നും വിളിക്കുന്നത്. ടൂറിസത്തെ പ്രോത്സാഹിപ്പിച്ച പ്രധാനപ്പെട്ട വ്യക്തിയാണെങ്കിൽ അതുപോലെ തന്നെ അദ്ദേഹം എന്താണ്? കായിക കേരളത്തിന്റെ പിതാവ്. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? കേണൽ ഗോദവർമ്മ രാജ. കായിക കേരളത്തിന്റെ പിതാവ് എന്ന് ഇദ്ദേഹത്തെ വിളിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ ട്രാവൽ ഏജൻസി ഉണ്ട്. ആ ട്രാവൽ ഏജൻസിയുടെ പേര് കേരള ട്രാവൽസ് എന്നാണ്. കേരളത്തിലെ ആദ്യത്തെ ട്രാവൽ ഏജൻസിയുടെ പേര് കേരള ട്രാവൽസ് എന്നാണ്. കേരള ട്രാവൽസിന്റെ സ്ഥാപകനും ആരാണ്? കേണൽ ഗോദവർമ്മ രാജ അഥവാ GV രാജയാണ്. കേണൽ ഗോദവർമ്മ രാജ അഥവാ GV രാജയാണ് എന്ന് ഓർത്തു വെക്കുക. കേണൽ ഗോദവർമ്മ രാജ അഥവാ GV രാജയാണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇനി അടുത്തത്, കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്നത് എവിടെ നിന്നാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്നത് UK നിന്നാണ്. ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ കേരളത്തിൽ സന്ദർശിക്കുന്നത് കൊച്ചി നഗരമാണ്. ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ കേരളത്തിൽ സന്ദർശിക്കുന്നത് കൊച്ചി നഗരമാണ്. കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്നത് UK നിന്നാണ്. അപ്പൊ ഇത്രയും കാര്യം ഒന്ന് പറഞ്ഞേ. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. കേരളം ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ചത് 1986. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് കേരളം അറിയപ്പെടുന്നു. കേരള
ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള പുസ്തകം രചിച്ചത് ശശി തരൂരാണ്. ടൂറിസം സൂപ്പർ ബ്രാൻഡായ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം എന്ന് പഠിച്ചു. കേരള ടൂറിസം വകുപ്പിന്റെ പൂർണ്ണ രൂപം കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഥവാ KTDC എന്നാണ്. 1966 നവംബർ 1 KTDC നിലവിൽ വന്നത്. ആസ്ഥാനം തിരുവനന്തപുരമാണ്. അവരുടെ ആപ്തവാക്യം ഒഫീഷ്യൽ ഹോസ്റ്റ് ടു ഗോഡ്സ് ഓൺ കൺട്രി, അതായത് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് ഔദ്യോഗിക ആതിഥേയൻ എന്നുള്ളതാണ്. ഇനി അടുത്തത് കേരളത്തിലെ ടൂറിസത്തെ പ്രോത്സാഹിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് കേണൽ ഗോദവർമ്മ രാജ. ഈ കേണൽ ഗോദവർമ്മ രാജയ്ക്ക് കായിക കേരളത്തിന്റെ പിതാവ് എന്ന് പറയുന്ന ഒരു ബഹുമതി കൂടിയുണ്ട്. അങ്ങനെയും കൂടി അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ട്രാവൽ ഏജൻസിയായ കേരള ട്രാവൽസിന്റെ ഉടമ കേണൽ ഗോദവർമ്മ രാജയാണ്. കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്നത് UK-യിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ കേരളത്തിൽ സന്ദർശിക്കുന്നത് ഏത് നഗരമാണ്? കൊച്ചി നഗരമാണ്. ഇനി ഇന്ത്യയിൽ നിന്ന് വേൾഡ് ടൂറിസം സിറ്റീസ് ഫെഡറേഷനിൽ അംഗമായ നഗരം, ഇന്ത്യയിൽ നിന്ന് വേൾഡ് ടൂറിസം സിറ്റീസ് ഫെഡറേഷൻ ഇതിൽ അംഗമായത് ആരാണ്? അംഗമായ ആദ്യ നഗരം ആണ് ഏതാന്ന് പറയുന്നത്? കൊച്ചി എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് വേൾഡ് ടൂറിസം സിറ്റീസ് ഫെഡറേഷനിൽ അംഗമായ ആദ്യത്തെ നഗരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊച്ചി പറയും. ഇനി കൊച്ചിയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കൊച്ചി മുസിരീസ് ബിനാലെ എന്ന് പറയുന്നത് അല്ലെ. എല്ലാവരും കേട്ടിട്ടുള്ളതാണ് കൊച്ചി മുസിരീസ് ബിനാലെ എന്ന് പറയുന്നത്. കൊച്ചി മുസിരീസ് ബിനാലയുടെ പ്രധാനപ്പെട്ട സ്പോൺസർ കേരള ഗവൺമെന്റ് ആണ്. കേരള ഗവൺമെന്റിന്റെ സ്പോൺസർഷിപ്പോടുകൂടി നടത്തുന്നതാണ് കൊച്ചി മുസിരീസ് ബിനാലെ. 2012 മുതലാണ് കൊച്ചി മുസിരീസ് ബിനാലെ നടത്തി തുടങ്ങിയത്. കേരള വിനോദസഞ്ചാര മേഖലയിലെ നിർദ്ദിഷ്ട സിൽക്ക് റൂട്ട് പദ്ധതി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് കൊച്ചി മുസിരീസിനെയാണ്. എന്തിനെയാണ്? കൊച്ചി മുസിരീസിനെയാണ്. എന്താണ്? കേരള വിനോദസഞ്ചാര മേഖലയിലെ നിർദ്ദിഷ്ട സിൽക്ക് റൂട്ട് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? കൊച്ചി മുസിരീസിനെയാണ്. ക്ലിയർ ആയോ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞ? കേരളത്തില് ഈ വേൾഡ് ടൂറിസം സിറ്റീസ് ഫെഡറേഷനിൽ അംഗമായി ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ നഗരം കേരളത്തിലെ കൊച്ചിയാണ്. കൊച്ചി മുസിരീസ് ബിനാലെ ഉണ്ട്. അതിന്റെ സ്പോൺസർ കേരള ഗവൺമെന്റ് ആണ്. 2012 മുതലാണ് ഇത് സംഘടിപ്പിച്ചു തുടങ്ങിയത്. കേരള വിനോദസഞ്ചാര മേഖലയിലെ നിർദ്ദിഷ്ട സിൽക്ക് റൂട്ട് പദ്ധതി എന്ന് വിളിക്കുന്നത് കൊച്ചി മുസിരീസിനെയാണ്. ഇനി കേരളത്തിലെ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി തന്നെ കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. എന്താണ് ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്? അപ്പൊ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലും നമ്മുടെ ഇവിടെ നടക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പൊ ആരംഭിച്ചത് 2007 മുതലാണ് ആരംഭിച്ചത്. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ സ്പോൺസർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ഫെഡറൽ ബാങ്ക് ആണ്. ആരാണ്? ഫെഡറൽ ബാങ്ക്. നേരത്തെ നമ്മൾ പറഞ്ഞു കൊച്ചി മുസിരീസ് ബിനാലയുടെ ആരാണ്? കേരള ഗവൺമെന്റ് ആണെങ്കിൽ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ സ്പോൺസർ ആരാണ്? ഫെഡറൽ ബാങ്ക് ആണെന്ന് ഓർക്കാം. ഇനി കേരളത്തിലെ ആദ്യത്തെ ടൂറിസം വില്ലേജ്, ധാരാളം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേരളത്തിലെ ആദ്യത്തെ ടൂറിസം വില്ലേജ് ഏത് എന്നുള്ളത്. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം വില്ലേജ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എറണാകുളം ജില്ലയിലെ കുമ്പളങ്ങി ആണ് പറയേണ്ടത്. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം വില്ലേജ് എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ കുമ്പളങ്ങിയാണ്. കുമ്പളങ്ങിയുടെ ഒരു പ്രത്യേകത, ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമവും കുമ്പളങ്ങിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും കുമ്പളങ്ങി തന്നെ പറയണം. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ടൂറിസം വില്ലേജ് കുമ്പളങ്ങിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതന്നെയാണ്? കുമ്പളങ്ങി തന്നെയാണ്. എറണാകുളം എന്ന് പറഞ്ഞു. ഇനി കുമ്പളങ്ങി ദ്വീപിനെ മാതൃകാ മീൻപിടുത്ത ഗ്രാമവും വിനോദസഞ്ചാരികളുടെ സ്വപ്ന ലക്ഷ്യവുമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പദ്ധതി കൊണ്ടുവന്നു. അതിന്റെ പേര് കുമ്പളങ്ങി ഇന്റഗ്രേറ്റഡ് ടൂറിസം വില്ലേജ് പ്രോഡക്റ്റ് എന്നാണ്. എന്താണ്? കുമ്പളങ്ങി ഇന്റഗ്രേറ്റഡ് ടൂറിസം വില്ലേജ് പ്രോഡക്റ്റ്. കുമ്പളങ്ങി ഇന്റഗ്രേറ്റഡ് ടൂറിസം വില്ലേജ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മൾ കൊണ്ടുവന്നുണ്ട്. എന്താണ് ഈ പദ്ധതിയുടെ പ്രത്യേകത? എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുമ്പളങ്ങി ദ്വീപിനെ മാതൃകാ മീൻപിടുത്ത ഗ്രാമമാക്കി മാറ്റുക, വിനോദസഞ്ചാരികളുടെ സ്വപ്ന ലക്ഷ്യമാക്കി, ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് കുമ്പളങ്ങിയിൽ എത്തണമെന്ന് വിനോദസഞ്ചാരികളെ അത്രയും മാത്രം ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാക്കി മാറ്റാൻ വേണ്ടി കുമ്പളങ്ങി ഇന്റഗ്രേറ്റഡ് ടൂറിസം വില്ലേജ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു പദ്ധതി കൂടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഓർക്കുക.
ഓർത്തു വെക്കുക കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ മാതൃകാ മത്സ്യബന്ധന ഗ്രാമമൊക്കെ എത്രയോ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്തത് കേരളത്തിലെ ആദ്യത്തെ, നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താണ്, നമ്മുടെ കുമ്പളങ്ങിയെ കുറിച്ച് എന്ത് പറഞ്ഞു? കുമ്പളങ്ങി മാതൃകാ മത്സ്യബന്ധന ഗ്രാമമാണ്, ടൂറിസം വില്ലേജ് ആണെന്ന് പറഞ്ഞു. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ റെസ്പോൺസിബിൾ ടൂറിസം ഡെസ്റ്റിനേഷൻ, കേരളത്തിലെ ആദ്യത്തെ റെസ്പോൺസിബിൾ ടൂറിസം ഡെസ്റ്റിനേഷൻ, കേരളത്തിലെ ആദ്യത്തെ റെസ്പോൺസിബിൾ ടൂറിസം ഡെസ്റ്റിനേഷൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ എന്താ പറയേണ്ടത്? കുമരകമാണ് പറയേണ്ടത്. കേരളത്തിലെ ആദ്യത്തെ റെസ്പോൺസിബിൾ ടൂറിസം ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ ഏതാ പറയാ? കുമരകമാണ് പറയാ. ഉത്തരം ഏതാ പറയാ? കുമരകമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ ഹൈഡൽ ടൂറിസം ആണ് ചോദിക്കുന്നത് വെച്ചാലോ, കേരളത്തിലെ ആദ്യത്തെ ഹൈഡൽ ടൂറിസം ആണ് ചോദിക്കുന്നത് വെച്ചാൽ മൂന്നാർ നമ്മൾ പറയും. കേരളത്തിലെ ആദ്യത്തെ ഹൈഡൽ ടൂറിസം മൂന്നാറാണ്. തെക്കൻ കേരളത്തിലെ ഹൈഡൽ ടൂറിസം ആണ് ചോദിക്കുന്നത് വെച്ചാലോ, തെക്കൻ കേരളത്തിലെ ഹൈഡൽ ടൂറിസം ആണ് ചോദിക്കുന്നതെങ്കിൽ മീൻമുട്ടിയാണ് ഉത്തരം പറയേണ്ടത്. എന്താണ്? മീൻമുട്ടി. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ഹൈഡൽ ടൂറിസം എന്ന് പറയുന്നത് ഏതാണ്? മൂന്നാറാണ്. തെക്കൻ കേരളത്തിലെ ഹൈഡൽ ടൂറിസം മീൻമുട്ടിയാണ്. ഇപ്പൊ തെക്കൻ കേരളത്തിലെ ഹൈഡൽ ടൂറിസം മീൻമുട്ടി, കേരളത്തിലെ ആദ്യത്തെ ഹൈഡൽ ടൂറിസം മൂന്നാറ്, കേരളത്തിലെ നമ്മുടെ എന്താണ് റെസ്പോൺസിബിൾ ടൂറിസം അല്ലെ, റെസ്പോൺസിബിൾ ടൂറിസം ഏതാണെന്ന് പറഞ്ഞു? ഡെസ്റ്റിനേഷൻ കുമരകമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ടൂറിസം വില്ലേജ് ആണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുമ്പളങ്ങി. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കൂടിയാണ് കുമ്പളങ്ങി. അതുപോലെ കുമ്പളങ്ങി ഇന്റഗ്രേറ്റഡ് ടൂറിസം വില്ലേജ് പ്രോഡക്റ്റ് ഉണ്ട്. അതിനെ മാതൃകാ മീൻപിടുത്ത ഗ്രാമവും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രദേശവും ഒക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ തുടങ്ങിയതാണ്. ഇനി ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ 2007 മുതൽ തുടങ്ങി. ഫെഡറൽ ബാങ്ക് ആണ് സ്പോൺസർ. കൊച്ചി മുസിരീസ് ബിനാലെ കേരള ഗവൺമെന്റ് ആരംഭിച്ചു 2012 തൊട്ട് അല്ലെ. കേരള ഗവൺമെന്റ് ആണ് ഇതിന്റെ സ്പോൺസർ. സിൽക്ക് റൂട്ട് എന്ന് നമ്മൾ വിളിക്കുന്നത്, ടൂറിസത്തിന്റെ സിൽക്ക് റൂട്ട് എന്ന് വിളിക്കുന്നത് കൊച്ചി മുസിരീസിനെയാണെന്ന് ഓർത്തു വെക്കുക. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ് നമ്മൾ പറയണത്. ഇതിൽ പല കാര്യങ്ങളും പലപ്പോഴുമായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുമരകം പഠിച്ചപ്പോൾ ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പ്രോജക്റ്റ് കേട്ടിട്ടില്ലേ നിങ്ങള്? ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പാക്കേജ്, ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏത് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മളോട് വേണമെങ്കിൽ ചോദിക്കാം. ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുമരകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തുമായിട്ടാണ്? കുമരകം. ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രം, ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രവും കുമരകമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രം, പ്ലാസ്റ്റിക് രഹിത വിനോദ സഞ്ചാര കേന്ദ്രവും ഏത് തന്നെയാണ്? കുമരകം തന്നെയാണ്. എന്നത്തെയും പോലെ അത്ര ഉഷാറില്ല എന്റെ ക്ലാസ്സിന്. കാരണം ഞാൻ ഉച്ചകലത്തെ ക്ലാസ്സിൽ തന്നെ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഹോസ്പിറ്റലിലായിരുന്നു. ഹോസ്പിറ്റലിൽ കിടന്ന് ഇഞ്ചക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ക്ലാസ് എടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്ത് പോകുന്ന, ട്രിപ്പ് ഇടാതെ കേട്ടോ. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ, ഒരു ഉഷാർ കുറവ് എനിക്ക് ഉണ്ടാവും, ക്ഷമിക്കുക എല്ലാവരും. ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുമരകം. ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രം എന്ന് പറയുന്നത് ഏതിനെയാണ്? കുമരകത്തെയാണെന്ന് മനസ്സിലാക്കാം. ഇനി വിദേശികൾക്ക് വേണ്ടിയിട്ട് കേരള ടൂറിസം വകുപ്പ് ആരംഭിച്ച 15 ദിന ബോധവൽക്കരണം, വിദേശികൾക്കായിട്ട് 15 ദിവസത്തെ ഒരു ബോധവൽക്കരണ പരിപാടി നമ്മൾ കൊണ്ടുവന്നേക്കാണ്. അതായത് എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട്? ടൂറിസവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കേട്ടോ. ആ ബോധവൽക്കരണ പരിപാടിക്ക് നമ്മൾ വിളിക്കുന്ന പേര് ആയുർബോധ എന്നാണ് കേട്ടോ മക്കളെ. എന്താണ് ആയുർബോധ? അപ്പൊ വിദേശികൾക്കായി കേരള ടൂറിസം വകുപ്പ് ആരംഭിച്ച 15 ദിവസത്തെ ബോധവൽക്കരണ പദ്ധതിക്ക് വിളിക്കുന്ന പേര് എന്താണ്? ആയുർബോധ എന്നാണ്. ക്ലിയർ ആയില്ലേ? അടുത്തത് എന്താ വെച്ചാൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കേരള ടൂറിസം വകുപ്പ് ദുബായിൽ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചു കേട്ടോ. അതായത് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് ആൾക്കാരെ ആകർഷിക്കാൻ ദുബായിൽ എന്ത് ചെയ്തേക്കാണ്? നമ്മള് ഒരു ക്യാമ്പയിൻ തുടങ്ങിക്കാണ്. അങ്ങനെ ദുബായിലെ ക്യാമ്പയിന്റെ പേര് യാ അള്ളാ കേരള എന്നാണ്. എന്താണ്? യാ അള്ളാ കേരള, യാ അള്ളാ കേരള. അപ്പൊ യാ അള്ളാ കേരള എന്താന്ന് മനസ്സിലാക്കുക? ദുബായിലെ ഒരു ക്യാമ്പയിൻ ആണ്. കേരള ടൂറിസം വകുപ്പിന്റെ ഗൾഫിൽ നിന്ന് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് ആൾക്കാരെ ആകർഷിക്കാനുള്ളതാണ് കേട്ടോ. ഇനി അടുത്തത് എന്താ പറയുന്നത്? പ്രഥമ ലോക കേരള സഭ ആദ്യ സമ്മേളനത്തോടനുബന്ധിച്ച് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു പരിപാടി നടന്നു. ഇപ്പൊ പ്രഥമ ലോക കേരള സഭ എന്താണ്? ലോക കേരള സഭ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലോക കേരള സഭയെ
സഭയെ കുറിച്ച് അറിയാത്ത കുട്ടികൾ ആ ക്ലാസ് കണ്ടു നോക്കിക്കോളൂ. അപ്പൊ പ്രഥമ ലോക കേരള സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നു, ഫസ്റ്റ് മീറ്റിംഗ് നടന്നു. അതിൽ സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു പരിപാടി ആരംഭിച്ചു. ആ പരിപാടിയുടെ പേര് വസന്തോത്സവം എന്നാണ്. അപ്പൊ വസന്തോത്സവം എന്ന് പറയുന്നത് ലോക കേരള സഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ്. അത് ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പദ്ധതിയാണെന്ന് ഓർക്കുക. അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും ടൂറിസവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് കേരളത്തിലെ ടൂറിസം പ്രോഡക്റ്റുകൾ ഇല്ലേ, ടൂറിസവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ, ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ നമ്മൾ കുറേയധികം കരകൗശല പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ആ പ്രോഡക്റ്റുകൾക്ക് വിപണനം കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ ഒരു മേള, വിപണനം കണ്ടെത്തുന്ന ഒരു മേള സംഘടിപ്പിക്കും. അതിന്റെ പേരാണ് കേരള ട്രാവൽ മാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ കേരള ട്രാവൽ മാർട്ട് എന്താണെന്ന് ഓർത്തു വെക്കണം. കേരള ട്രാവൽ മാർട്ട് 2000-ലാണ് നമ്മൾ ആരംഭിച്ചത്. കേരളത്തിലെ ടൂറിസം ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താനായിട്ട് കേരള വിനോദസഞ്ചാര വ്യവസായവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മേളയാണ് എന്ത് പറഞ്ഞ കേരള ട്രാവൽ മാർട്ട്. ആരംഭിച്ച വർഷം 2000-ആണ് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. റിപ്പീറ്റേഷൻ എന്ന് പരമാവധി കുറച്ചേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്റെ ഹെൽത്ത് അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ അല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ എല്ലാവരും ഒന്ന് സഹകരിക്കുക. ഹെൽത്ത് ഓക്കെ ആകുമ്പോൾ നമ്മൾ പണ്ടത്തെ പോലെ വളരെ ഉഷാറോടുകൂടി, നാളെ തൊട്ട് തന്നെ നമുക്ക് ഉഷാറോടുകൂടി ബാക്കി ക്ലാസ്സുകൾ ചെയ്യാം കേട്ടോ. അപ്പൊ നാളെ നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ എന്തുണ്ട്, പരീക്ഷയുണ്ട്. വൈകിട്ട് എല്ലാവരും ഭംഗിയായിട്ട് അത് പഠിക്കാൻ കൂടെ ശ്രമിക്കുക കേട്ടോ. അപ്പൊ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടണമെന്ന് വെച്ചാൽ അതൊന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.